ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാത്തതിനാൽ കർമ്മം എന്നെ ബന്ധിപ്പിക്കുന്നില്ല. ഈ സത്യം ഗ്രഹിക്കുന്നവനും കർമ്മത്തതിലൂടെ ബന്ധിതനാകുകയില്ല. പുരാതന ജ്ഞാനികളും ഇതുപോലെ തന്നെ പ്രവർത്തിച്ചു. നീയും അതുപോലെ കർമ്മം ചെയ്യണം. കർമ്മം എന്താണ്? അകർമ്മം എന്താണ്? ഏതാണ് ചെയ്യേണ്ട കാര്യം? ഏതാണ് ഒഴിവാക്കേണ്ടത്? പണ്ഡിതന്മാർക്കുപോലും ആശയക്കുഴപ്പമുണ്ട്. അതിനാൽ ഞാൻ നിന്നോട് വിശദമായി പറയാം കർമ്മം എന്താണ്, അധർമ്മകർമ്മം എന്താണ്, അകർമ്മം എന്താണ് എന്ന്. ഈ ജ്ഞാനമറിഞ്ഞാൽ നീ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകും. കൃഷ്ണൻ പറയുന്നു, സ്വാർത്ഥയില്ലാതെ ചെയ്ത കർമ്മം ബന്ധനം സൃഷ്ടിക്കില്ല. കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാകും. അവർ മുന്നറിയിപ്പ് നൽകുന്നു, ഏത് ചെയ്യണം, ഏത് ഒഴിവാക്കണം എന്നത് എല്ലാറ്റിലും ലളിതമല്ല. ജ്ഞാനം മാത്രം ശരിയായ വഴി കാണിക്കും. ജീവിതത്തിൽ പ്രധാനമുള്ളത് നമ്മുടെ പുറംപ്രവൃത്തിയല്ല, അത് ചെയ്യുമ്പോഴുള്ള മനസ്സാണ്. ശുദ്ധമായ ഉദ്ദേശം കർമ്മത്തെ ശക്തമാക്കുന്നു, അസഭ്യമായ ഉദ്ദേശം കർമ്മത്തെ ഭാരമാക്കുന്നു. കർമ്മം വിട്ടോടിയാൽ മോക്ഷമില്ല, കർമ്മം ശരിയായി ചെയ്താൽ മോക്ഷമുണ്ട്. ബന്ധനമില്ലാത്ത പ്രവൃത്തിയാണ് സത്യമായ സ്വാതന്ത്ര്യം.